Hi students, hope you all are doing well. നമ്മൾ ഇന്നലെ ഫോർത്ത് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരുന്നു അല്ലേ. അതിലെ ഫസ്റ്റത്തെ പാർട്ട് പബ്ലിക് ഡെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് ഏതെല്ലാം രീതിയിലുള്ള പബ്ലിക് ഡെപ്റ്റാണുള്ളത്, ഒരു ഗവൺമെൻറ് പബ്ലിക് ഡെപ്റ്റ് ഉണ്ടായാൽ എങ്ങനെയാണത് തിരിച്ചടക്കുന്നത്, ഏതെല്ലാം രീതിയിലൂടെയാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ബജറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബജറ്റിൻ്റെ ബേസിക്കായ ഏതാനും ചില കാര്യങ്ങൾ. ഒരു ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഡെപ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതാണ് എല്ലാ വർഷവും ഓരോ ഗവൺമെൻറ്റുകളും നയപ്രഖ്യാപനം പോലെ പുറത്തു കൊണ്ടുവരുന്ന അവരുടെ ബജറ്റുകൾ. സോ ലെറ്റ്സ് ലുക്ക് വാട്ട് ഈസ് എ ബജറ്റ്. Meaning of budget. A budget is a balanced estimate of expenditure and receipts for a given period of time. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന അവരുടെ ചെലവുകളും വരുമാനം. റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ അല്ലെങ്കിൽ വരുമാനം എന്നാണ് അർത്ഥം. ഗവൺമെൻറ്റിന് കയ്യിലേക്ക് കിട്ടുന്നത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള എക്സ്പെൻഡിച്ചർ ആൻഡ് റെസീപ്റ്റ്സിനെയാണ് എന്ത് പറയുന്നത്, ബജറ്റ് എന്ന് പറയുന്നത്. In the hands of administration, the budget is a record of part performance, a method of current control and a projection of future plans. എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബജറ്റ്? ഒരു ബജറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നിലവിൽ എത്രത്തോളമാണ് വരുമാനം, ചെലവുകൾ എങ്ങനെയാണ്, അതോടൊപ്പം ഭാവിയിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റിയത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒന്നിനെയാണ് എന്ത് പറയുന്നത്, ബജറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഇത് ഓരോ പോയിൻറ്റും എന്താണ് വ്യത്യസ്ത രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ കേട്ടോ ബജറ്റ് എന്നതിന്. ഇറ്റ് ഈസ് ആൻ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ വാർഷിക വരുമാനവും ചെലവുകളുടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. പ്രിപ്പയർഡ് ബൈ ഫിനാൻഷ്യൽ അതോറിറ്റി കവറിങ് ദ കറൻറ്റ് ഇയർ, ദ പ്രിസൈഡിങ് ഇയർ ആസ് വെൽ ആസ് ദ ഫോളോയിങ് ഇയർ. അപ്പോൾ അതിൽ ഏതെല്ലാം വർഷങ്ങൾ ഉൾപ്പെടും? നിലവിലെ വർഷം ഉൾപ്പെടും, മുൻപത്തെ വർഷം ഉൾപ്പെടും, വരാനിരിക്കുന്ന വർഷത്തെയും കണക്ക് കൂട്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഒരു ഗവൺമെൻറ് ബജറ്റ് പുറത്തിറക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രപ്പോസൽസ് ഫോർ കളക്ഷൻ ഓഫ് റവന്യൂ. അതിലെന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഒന്ന്, പ്രപ്പോസൽസ് ഫോർ കളക്ഷൻ ഓഫ് റവന്യൂ. ഏതെല്ലാം രീതിയിലൂടെ നമ്മൾ റവന്യൂ കളക്ട് ചെയ്യണമെന്ന പ്രപ്പോസൽ. ആൻഡ് അലൊക്കേഷൻ ഓഫ് ദ റവന്യൂ റിസോഴ്സസ്. പിന്നെ കളക്ട് ചെയ്ത റവന്യൂയെ എങ്ങനെ നമ്മൾ ഏതെല്ലാം മേഖലയിൽ അലൊക്കേറ്റ് ചെയ്യും എമംഗ് ദ വേരിയസ് ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഇത്തരത്തിൽ തുടങ്ങിയവ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബജറ്റ് എന്ന് പറയുന്നത്. സോ എ ബജറ്റ് ക്യാൻ ബി ഗിവൺ ആസ്. ഇനി ബജറ്റിനെ 4 പോയിൻ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചുരുക്കാം. ഏതൊക്കെയാണ് 4 പോയിൻ്റ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റവന്യൂ ആൻഡ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ. പ്രതീക്ഷിക്കുന്ന വരുമാനവും സാധ്യതയുള്ള ചിലവുകളുടെയും ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു ഇന്നതൊക്കെയാണ് ചിലവുകൾ, ഇന്നതൊക്കെയാണ് വരുമാനം എന്ന ഒരു പ്രഖ്യാപനം. അതാണെന്ത്, ബജറ്റ്. ഇറ്റ് ഈസ് സാങ്ഷൻഡ് ബൈ സം അതോറിറ്റി. ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രം അതിന് സാങ്ഷൻ ചെയ്യണം. ഇന്ത്യയിൽ അത് സാങ്ഷൻ ചെയ്യുന്ന അതോറിറ്റി ഏതാണ്? ലെജിസ്ലേച്ചർ. ഇറ്റ് ഹാസ് പീരിയോഡിസിറ്റി, ജനറലി ആനുവൽ. അതിനൊരു നിശ്ചിത പീരിയോഡിസിറ്റി ഉണ്ടാവും. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ കാലയളവിനനുസരിച്ചും എന്തുണ്ട്, പുതിയ പുതിയ ബജറ്റുകൾ വരുന്നുണ്ട്. ഇന്ത്യയിൽ എന്താണ് സാധാരണ നോർമലി എല്ലായിടത്തും ആനുവലിയാണ്. ആനുവലി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഓരോ പുതിയ ബജറ്റുകൾ. ഇന്ത്യയിൽ അത് ഫെബ്രുവരി മാസത്തിലാണ് വരുന്നത്. 4-മത്തത്, ഇറ്റ് പ്രിസ്ക്രൈബ്സ് എ മാനർ ഇൻ വിച്ച് റവന്യൂസ് കളക്റ്റഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ്. ഏതെല്ലാം സ്വഭാവത്തിലാണ് റവന്യൂ കളക്ട് ചെയ്യുന്നതെന്നും ഏതെല്ലാം സ്വഭാവത്തിലാണ് എക്സ്പെൻഡിച്ചർ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്നും ഏതിലുണ്ടാകും, ബജറ്റിൽ ഉണ്ടാകും. ടൈപ്സ് ഓഫ് ബജറ്റ്. വ്യത്യസ്ത തരത്തിലുള്ള ബജറ്റുകളുണ്ട്. ഏതൊക്കെയാണ് ആ ടൈപ്സ് ഓഫ് ബജറ്റ് എന്ന് നമുക്ക് നോക്കാം. The first one, multiple and unified budget. എന്താണ് multiple and unified budget? There was a tradition to divide the budget into parts and present each part in a way as would make it possible to evaluate the specialized function of the government. This is called multiple budget. മൾട്ടിപ്പിൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് നിലനിന്നിരുന്ന ഒരു സംവിധാനമായിരുന്നു. അതായത് മൊത്തത്തിൽ ഒരു ബജറ്റിനെ വ്യത്യസ്ത ഭാഗങ്ങളാക്കി വ്യത്യസ്ത സമയത്ത് അവതരിപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഒരുപാട് ബജറ്റുകൾ അവതരിപ്പിച്ച രീതിയിലായിരിക്കും അത്.
അപ്പോൾ ഈ ഒരു സംവിധാനത്തെയാണ് നമ്മളെന്ത് മൾട്ടിപ്പിൾ ബജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത് നിലവിലില്ല. ബട്ട് നൗ യൂണിഫൈഡ് ബജറ്റ് ഈസ് പ്രിഫേർഡ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ടോട്ടൽ എഫക്റ്റ് ഓഫ് എ ബജറ്റ് വിച്ച് ഈസ് മോർ റെലവൻറ്റ്. ഇന്ന് യൂണിഫൈഡ് ബജറ്റാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിഭാഗങ്ങളുടെയും ബജറ്റ് ഒറ്റ ഒരു ബജറ്റായിട്ട് അവതരിപ്പിക്കുക. ഇന്ന് അതാണ് കൂടുതൽ സ്വീകാര്യമാകുന്നത്. കാരണം ടോട്ടൽ അല്ലെങ്കിൽ യൂണിഫൈഡ് ബജറ്റ് ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച്, ഇമ്പാക്റ്റിനെ കുറിച്ച്, എഫക്റ്റിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോഴാണ് അത് ഒരു എക്കണോമിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തൊരു ക്ലാസിഫിക്കേഷൻ കൺവെൻഷണൽ ആൻഡ് ക്യാഷ് ബജറ്റ്. കൺവെൻഷണൽ ആൻഡ് ക്യാഷ് ബജറ്റ്. അപ്പോൾ എന്താണ് ഈ കൺവെൻഷണൽ, എന്താണ് ക്യാഷ് ബജറ്റ് എന്ന് നോക്കാം. ഇൻ ദ കൺവെൻഷണൽ ബജറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഷോൺ ഓൺ അക്രൂവൽ ബേസിസ് and those flows of funds are excluded which do not belong to the government. കൺവെൻഷണൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയുള്ള ചെലവുകളും കിട്ടാൻ സാധ്യതയുള്ള വരുമാനത്തെയും രേഖപ്പെടുത്തി വെക്കുന്ന ബജറ്റിനെയാണ് എന്ത് കൺവെൻഷണൽ ബജറ്റ് എന്ന് പറയുന്നത്. അതാണ് എന്ത് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഷോൺ ഓൺ അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ളതിനെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സംവിധാനം. ആൻഡ് ദോസ് ഫ്ലോസ് ഓഫ് ഫണ്ട്സ് ആർ എക്സ്ക്ലൂഡഡ് വിച്ച് ഡു നോട്ട് ബിലോങ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലാത്ത ചെലവുകളും വരവുകളൊന്നും കൺവെൻഷണൽ ബജറ്റിൻ്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തി വെക്കില്ല. അതാണ് കൺവെൻഷണൽ ബജറ്റ്. ക്യാഷ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദ ക്യാഷ് ബജറ്റ് ഓൾ ദ ഫ്ലോസ് ഓഫ് ഫണ്ട്സ് ടു ആൻഡ് ഫ്രം ദ ഗവൺമെൻറ് ഓഫ് ആക്ച്വൽ പേയ്മെൻറ്റ് ബേസിസ് ആർ ഷോൺ. കൺവെൻഷണൽ ബജറ്റിൽ അക്യുറൽ ബേസിസിലാണെങ്കിൽ ക്യാഷ് ബജറ്റിൽ ആക്ച്വൽ പേയ്മെൻറ്റ് ബേസിസിലാണ് എന്ത് എല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത്. അതായത് ഒരു ചെലവ് നടന്നാൽ അതെന്ത് ചെയ്യുന്നു, അപ്പോൾ മാത്രം രേഖപ്പെടുത്തി വെക്കുന്നു. ഒരു റവന്യൂ ഉണ്ടായാൽ മാത്രം അത് രേഖപ്പെടുത്തി വെക്കുന്നു. അതാണ് ആക്ച്വൽ പേയ്മെൻറ്റ് ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളതാണ് എന്ത് ക്യാഷ് ബജറ്റ് എന്ന്. അപ്പോൾ മറ്റേതെന്താണ് കൺവെൻഷണൽ ബജറ്റ്, രണ്ടാമത്തേത് ക്യാഷ് ബജറ്റ്. അപ്പോൾ ക്യാഷ് ബജറ്റിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റേതല്ലാതെ ഒരു രാജ്യത്ത് പോയി വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറുകളും, എല്ലാ ചിലവുകളും, എല്ലാ വരുമാനവും അതിലുണ്ടാകും. ഏതിലുണ്ടാകും? ക്യാഷ് ബജറ്റിൽ ഉണ്ടാകും. ദി തേർഡ് വൺ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ബജറ്റ്. എന്താണ് റവന്യൂ ബജറ്റ്, എന്താണ് ക്യാപിറ്റൽ ബജറ്റ്? Revenue budget covers those items which are of recurring nature, while capital budget covers those items which are in the nature of acquiring and disposing of capital assets. എന്താണ് ഈ റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് നിത്യേന എന്നോണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് വരുമാനമാകട്ടെ ചിലവുകളാകട്ടെ, അതാണ് ഏതിൽ ഉൾപ്പെടുന്നത്? റവന്യൂ ബജറ്റിൽ ഉൾപ്പെടുന്നത്. ഈ റവന്യൂ ബജറ്റ്, ക്യാപിറ്റൽ ബജറ്റ് എന്ന് രണ്ടും സെപ്പറേറ്റ് ബജറ്റുകളല്ല. പൊതുവേ ഇപ്പോൾ ഒരു ബജറ്റിൽ തന്നെ റവന്യൂ സൈഡ് ഉണ്ടാകും, ക്യാപിറ്റൽ സൈഡും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ആ സൈഡിനെയാണ് റവന്യൂ ബജറ്റ്, മറ്റേതിനെയാണ് ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ബജറ്റിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഒരു രാജ്യത്ത്, ഒരു ഗവൺമെൻറ്റിന് നിത്യേന ഉണ്ടാകുന്ന ചെലവുകൾ അല്ലെങ്കിൽ വരുമാനം, അതിനെയാണ് എന്ത് പറയുന്നത്? റവന്യൂ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ ബജറ്റിൽ വരുന്ന ഒരു നിത്യേന ഉണ്ടാകുന്ന ചെലവുകൾ എന്താണ്? ഫോർ എക്സാമ്പിൾ സാലറി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ട സാലറി, അത് നിത്യേന എന്നോണം എല്ലാ മാസവും കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ് ഗവൺമെൻറ്റിന്. അപ്പോൾ അത് റവന്യൂ ബജറ്റിലാണ് ഉൾപ്പെടുന്നത്. വൈൽ ക്യാപിറ്റൽ ബജറ്റ് കവേഴ്സ് ദോസ് ഐറ്റം വിച്ച് ആർ ഇൻ ദ നേച്ചർ ഓഫ് അക്വയറിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ക്യാപിറ്റൽ ബജറ്റിൽ വരുന്ന എന്താണ്? നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക, അല്ലെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുക എന്ന സ്വഭാവത്തിലുള്ള ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ക്യാപിറ്റൽ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തായിരിക്കും? ക്യാപിറ്റൽ അസറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഗവൺമെൻറ് പുതിയൊരു ഇൻഡസ്ട്രി എന്ത് ചെയ്തു? പുതിയൊരു ഇൻഡസ്ട്രി സ്ഥാപിക്കുകയാണ്, പുതിയൊരു വ്യവസായശാല ഗവൺമെൻറ് പണിയുകയാണ്. അതൊക്കെ ഏതിലാണ് വരിക? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഗവൺമെൻറ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്നത് ഏതിലാണ് വരിക? ക്യാപിറ്റൽ ബജറ്റിലാണ് പെടുന്നത്. കാരണം അതൊരു മൊത്തമായിട്ടൊരു സമയത്ത് അക്വയർ ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിനെ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ക്യാപിറ്റൽ അസറ്റാണ് അതൊക്കെ. അപ്പോൾ അതാണ് എന്ത്? റവന്യൂ ബജറ്റ് ആൻഡ് ക്യാപിറ്റൽ ബജറ്റ്. Current expenses are equivalent to consumption.
ഈ കറണ്ട് എക്സ്പെൻസസ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻസസ്. അപ്പോൾ റവന്യൂ ബഡ്ജറ്റ് എന്നും കറണ്ട് ബഡ്ജറ്റ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വിളിക്കാറുണ്ട്. കറണ്ട് എക്സ്പെൻസസ് ആർ ഈക്വലൻ്റ് ടു കൺസംഷൻ, അത് കൺസംഷന് തുല്യമാണ്. വൈൽ അക്വയറിംഗ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഈസ് നോട്ട്. കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നിത്യേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് എന്ത് കറണ്ട് എക്സ്പെൻസസ് അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസിന് നമ്മൾ കൺസംഷൻ എന്ന് പറയുന്നത്. വൈൽ അക്വയറിംഗ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് നോട്ട്. ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്യുക അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഒരു ക്യാപിറ്റൽ അസറ്റ് വാങ്ങുക എന്നുള്ളത് ആ ഒരു സ്വഭാവത്തിലുള്ളതല്ല. ഇറ്റ് ഈസ് ഓൺലി വെൻ ദിസ് ക്യാപിറ്റൽ അസറ്റ്സ് ഡിപ്രിഷിയേറ്റ്സ് ദാറ്റ് റിയൽ എക്സ്പെൻഡിച്ചർ ടേക്സ് പ്ലേസ് ഇൻ ദ സെൻസ് ഓഫ് കൺസംഷൻ. അതായത് നമ്മൾ ഒരു ഗവൺമെൻറ് പൈസ ഇറക്കി ഒരു ഇൻഡസ്ട്രി സ്ഥാപിച്ചു, ഒരു വ്യവസായശാല പണിതു. അപ്പോൾ ആ ഒരു വ്യവസായശാലയുടെ കൺസംഷൻ നടക്കുന്നുണ്ട് എന്ന് എപ്പോഴാണ് നമ്മൾ പറയുക, ആ ഒരു വ്യവസായശാലയ്ക്ക് ഏതെങ്കിലും സ്വഭാവത്തിലുള്ള ഡിപ്രിസിയേഷൻ നടക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു അർത്ഥത്തിലുള്ള കൺസംഷൻ എന്താകുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. അപ്പോൾ അതാണ് എന്ത് റവന്യൂ എക്സ്പെൻസും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം. In India, the constitution demands that the budget must distinguish expenditure on revenue account from other expenditure. ഇന്ത്യയിൽ എന്തുണ്ട്, ഭരണഘടന തന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്ത്, ബജറ്റ് ഇന്ത്യയിലെ ബജറ്റിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിൽ എന്ത് ചെയ്യണം, വ്യത്യസ്തപ്പെടുത്തണം. അക്കോർഡിംഗ്ലി ദ ബജറ്റ് ഈസ് നെസസറിലി പ്രസൻറ്റ് ഇൻ 2 പാർട്സ്. അതുകൊണ്ട് തന്നെ ബജറ്റ് അവതരണം 2 പാർട്ടുകളായിരിക്കും. ഒന്ന് റവന്യൂ ബജറ്റ് എന്നും മറ്റൊന്ന് ക്യാപിറ്റൽ ബജറ്റ് എന്നും. അപ്പോൾ റവന്യൂ ബജറ്റ് കൺസിസ്റ്റ് ഓഫ് റവന്യൂ റെസീപ്റ്റ്സ് ബോത്ത് ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. റവന്യൂ ബജറ്റിൽ എന്താണ്, ഒന്ന് റവന്യൂ റെസീപ്റ്റ്സ്, അതായത് ഏതെല്ലാം തരത്തിലുള്ള വരുമാനമാണ് ലഭിക്കുന്നത്, ടാക്സ് ഉണ്ടാകും, നോൺ ടാക്സ് റവന്യൂ ഉണ്ടാകും, ആൻഡ് ദ എക്സ്പെൻഡിച്ചർ മെറ്റ് ഔട്ട് ഓഫ് റവന്യൂ റെസീപ്റ്റ്സ്. ഈ റവന്യൂ റെസീപ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ നടത്തേണ്ടത് ഏതൊക്കെ സ്വഭാവത്തിലാണ് എന്നും റവന്യൂ ബജറ്റിലാണ് ഉണ്ടാവുക. ക്യാപിറ്റൽ ബജറ്റ് റെസീപ്റ്റ്സ് ഇൻക്ലൂഡ് മാർക്കറ്റ് ലോൺസ്. ക്യാപിറ്റൽ ബജറ്റിലെ റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബജറ്റിൽ നമുക്ക് വരുമാനമായി ലഭിക്കുന്നത്, ഇൻകമായി ലഭിക്കുന്ന എന്താണ്, റെസീപ്റ്റ്സ് ഇൻക്ലൂഡ് മാർക്കറ്റ് ലോൺസ്, മാർക്കറ്റിൽ നിന്നെടുക്കുന്ന ലോൺ, ബോറോയിങ്സ് ഫ്രം RBI നിന്നെടുക്കുന്ന കടം, ആൻഡ് അതേഴ്സ് എക്സെട്ര. RBIയും മറ്റ് സ്ഥാപനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എടുക്കുന്നത്. Capital disbursement expenditure include expenditure on acquisition of various physical assets like land, building machinery, etc. Capital disbursement അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ക്യാപിറ്റൽ റവന്യൂ ആണ് നമ്മൾ പറഞ്ഞത് എന്ത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് എന്ത്, ലോണ്, ബോറോയിങ്സ്. ഓക്കെ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, ഗവൺമെൻറ് ഭൂമി വാങ്ങാൻ വേണ്ടി പൈസ ചിലവാക്കുന്നു, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ, മെഷീനറി വാങ്ങാൻ വേണ്ടി പൈസ ചിലവാക്കുന്നു. അതൊക്കെ ക്യാപിറ്റൽ ഡിസ്പേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. ആൻഡ് ലോൺസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് അതർ ബോഡീസ്. സംസ്ഥാനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഗവൺമെൻറ് കൊടുക്കുന്ന ലോണ്, അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. ഓക്കെ, ഇതാണെന്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ ബജറ്റ്. അടുത്തൊരു ഡിഫറൻസിയേഷൻ, ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ബജറ്റ്. സോ വാട്ട് ഈസ് ദാറ്റ്? എ ഗവൺമെൻറ് ബജറ്റ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ് വെൻ ഇറ്റ്സ് ടാക്സ് റവന്യൂ ആൻഡ് ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ. ഒരു ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് എപ്പോഴാണ് ബാലൻസ് ബജറ്റ് എന്ന് പറയുക? അതിൻ്റെ ബജറ്റിലെ ടാക്സിലൂടെ ലഭിക്കുന്ന വരുമാനവും ഗവൺമെൻറ്റിൻ്റെ ചിലവുകളും തുല്യമായിട്ട് വരുമ്പോഴാണ് we call it as a balanced budget. When it is not equal, it is said to be unbalanced budget. ഇത് തുല്യമല്ല, വരുമാനവും ചിലവുകളും തുല്യമല്ലെങ്കിൽ എന്താണ്, we call it as unbalanced budget. This imbalance may be due to excess of expenditure over income. ചിലപ്പോൾ ഈ ഇംബാലൻസ് ഉണ്ടല്ലോ, ബാലൻസ് അല്ലാത്തൊരവസ്ഥ, അത് 2 സാഹചര്യം ഉണ്ടാകും. ഒന്ന്, വരുമാനം വർദ്ധിക്കുന്നു, ചിലവുകൾ കുറയുന്നു. അങ്ങനെയെങ്കിൽ we call it as surplus, അതായത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അവസ്ഥ എന്താണ്, ചിലവുകൾ വർദ്ധിക്കുന്നു, വരുമാനം കുറയുന്നു, ആൻഡ് എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. അതിനെ നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നു. അതായത് ഡെഫിസിറ്റ് ബജറ്റ്, സർപ്ലസ് ബജറ്റ്. അതാണ് എന്ത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ബജറ്റ്. അഞ്ചാമത്തത് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ബജറ്റ്. ദ എക്സിക്യൂട്ടീവ് ബജറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ ഗവൺമെൻറ്. ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്
തയ്യാറാക്കുന്ന ബജറ്റിനെയാണ് എക്സിക്യൂട്ടീവ് ബജറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഏതാണ്? പ്രസിഡൻ്റാണ് ഇന്ത്യയിൽ എക്സിക്യൂട്ടീവ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ലെജിസ്ലേച്ചർ ഹാസ് നത്തിങ് ടു ഡു വിത്ത് എക്സിക്യൂട്ടീവ് ബജറ്റ്. അതായത് എക്സിക്യൂട്ടീവ് ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ലെജിസ്ലേച്ചറിന് നിയമനിർമ്മാണ സഭയ്ക്ക് ഒന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളതല്ല. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും മന്ത്രിസഭയുമാണ് എക്സിക്യൂട്ടീവ്. ഈ എക്സിക്യൂട്ടീവ് ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെജിസ്ലേച്ചർ അഥവാ നിയമനിർമ്മാണ സഭയ്ക്ക് അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല. എക്സിക്യൂട്ടീവാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. പിന്നെ ആരാണത് പാസ്സാക്കേണ്ടത്? ലെജിസ്ലേച്ചർ ആണത് പാസ്സാക്കേണ്ടത്. ബട്ട് ദ മെയിൻ ഇനീഷ്യേറ്റീവ് ലൈസ് വിത്ത് ദ ഗവൺമെൻറ്. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആരാണ്? ഗവൺമെൻറ്റാണ്, അതായത് എക്സിക്യൂട്ടീവാണ്. ലെജിസ്ലേറ്റീവ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? On the contrary, the legislative budget is one that is prepared and adopted by the legislature. പക്ഷേ ലെജിസ്ലേറ്റീവ് ബജറ്റ് എന്ന് പറയുന്നത് ലോകസഭ തയ്യാറാക്കി. ഇന്ത്യയിലെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ലോക്സഭയാണ്, ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും ഇരുന്ന് തയ്യാറാക്കി അവർ തന്നെ സ്വീകരിക്കുന്ന ബജറ്റിനെയാണ് എന്ത് പറയുന്നത്? ലെജിസ്ലേറ്റീവ് ബജറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ്. ബജറ്റിന് അതിൽ ഓരോ ഫങ്ഷൻ അനുസരിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് വിച്ച് ദ ഗവൺമെൻറ് പെർഫോംസ് ഓഫ് ദ സർവീസസ് വിച്ച് ഇറ്റ് പ്രൊവൈഡ്സ്. ഈ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? വ്യത്യസ്ത തലക്കെട്ടിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. ഗവൺമെൻറ് പെർഫോം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഓരോ സേവനങ്ങളെയും. The functional classification of expenditure of Government of India has been allocated into 4 main categories. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിനെ 4 തരത്തിലാക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വേർതിരിച്ചിട്ടുള്ളത്. അതായത് ബജറ്റിൽ വരുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, ആ ഫങ്ഷൻസിനെ 4 ആക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ജനറൽ സർവീസസ്. എന്താണ് ജനറൽ സർവീസസ്? ദിസ് കാറ്റഗറി കവേഴ്സ് ബോത്ത് സിവിൽ ആൻഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ meant to provide basic administrative structure. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. അതിലെന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ? അതിലെ ഓഫീസ് കാര്യങ്ങൾ, ഒരു ഗവൺമെൻറ് നിലനിൽക്കാൻ ആവശ്യമായ ഓഫീസ് കാര്യങ്ങൾ, പോലീസ് സംവിധാനം, പട്ടാളം, ഇതൊക്കെ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഇത്തരത്തിലുള്ള ബോത്ത് സിവിൽ ആൻഡ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, സാധാരണ ജനങ്ങൾക്കും ഡിഫൻസിനും വേണ്ടി വരുന്ന ചെലവുകൾ, ഇതൊക്കെയാണ് ജനറൽ സർവീസസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ സോഷ്യൽ സർവീസസ്. ദേ ഇൻക്ലൂഡ് ബേസിക് സോഷ്യൽ അമ്യൂണിറ്റീസ് ലൈക്ക് എഡ്യൂക്കേഷൻ, മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത്, ബേസിക് റിസർച്ച് എക്സെട്ര. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? നമ്മൾ പറഞ്ഞ പോലെ എഡ്യൂക്കേഷന്, ഹെൽത്ത്, മെഡിസിന്, പിന്നെ പബ്ലിക് ഹെൽത്ത്, റിസർച്ച്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? സോഷ്യൽ സർവീസസ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ദി തേർഡ് വൺ, എക്കണോമിക് സർവീസസ്. This category covers all those expenditures which directly or indirectly promote economic activity within the country. എക്കണോമിക് സർവീസസ് എന്ന കാറ്റഗറിയിൽ എന്താണ്? രാജ്യത്തെ ബജറ്റിലൂടെ വരുന്ന എല്ലാ തരത്തിൽ നേരിട്ടോ അല്ലാതെയോ ഒരു എക്കണോമിക് ആക്ടിവിറ്റിക്ക് സാധ്യത കൊടുക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഏതിലാണ് ഉൾപ്പെടുക? എക്കണോമിക് സർവീസസ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. നാലാമത്തത് ദ അൺഅലോക്കബിൾ കാറ്റഗറി. പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഈ മുകളിൽ പറഞ്ഞ 3 അലോക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതാണ് ദ അൺഅലോക്കബിൾ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. These items which cannot be classified under the above 3 heads like interest payment, pension, food subsidy, ഇതൊക്കെ ഈ മുകളിൽ പറഞ്ഞ ഏതിലാണ് നമ്മൾ ഉൾപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ ഇൻട്രസ്റ്റ്, എല്ലാ ഗവൺമെൻറ്റുകൾക്കും എന്തുണ്ടാവും? പലിശ കൊടുക്കാനുണ്ടാവും, കാരണം കടമെടുത്തത് കൊണ്ട്. അപ്പോൾ ആ പലിശ അടക്കുന്നത് ഏതിലാണ് നമ്മൾ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതേപോലെ തന്നെ പെൻഷൻ, ഫുഡ് സബ്സിഡി, ഇതൊന്നും നമുക്ക് മുകളിൽ പറഞ്ഞ 3 ഉൾപ്പെടുത്താൻ കഴിയും. അത്തരത്തിലുള്ളവയാണ് ദ അൺഅലോക്കബിൾ കാറ്റഗറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബജറ്റിനെ കുറിച്ച് ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.